നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ലക്ഷ്മിയമ്മ സേതുവിനോട് ദേഷ്യപ്പെട്ടിട്ട് നിന്നെയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയത്ത് പല്ലവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ദൈവമേ, ഇനിയിപ്പോ ലക്ഷ്മിയമ്മ മുറി പോയ എന്തെങ്കിലും അഭിപ്രായം കാണിക്കുമെന്നൊരു ചിന്ത. പെട്ടെന്ന് ലക്ഷ്മിയമ്മയുടെ പിന്നാലെ തന്നെ പല്ലവി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ കഥക് അടച്ച് കുറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ലവി എന്നിട്ട് അമ്മയെ കഥക് തുറക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ ലക്ഷ്മിയമ്മ തുറന്നില്ല. പല്ലവി വിളിച്ചു, അമ്മയെ കഥക് തുറക്കമ്മയെന്നൊക്കെ പറയണ. പക്ഷെ ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു? ആത്മഹത്യാ ശ്രമം വീണ്ടും നടത്തുവാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറെ ഗുളികയെല്ലാം ലക്ഷ്മിയമ്മ എടുത്ത് കഴിച്ച് വീണ്ടും മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്തതാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ജീവിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു. തന്റെ മകനും തന്റെ വേണ്ട, കാരണം തന്റെ മകൻ കാരണമാണ് തനിക്ക് ഗതികേടുണ്ടായത്. തന്നെ താൻ സ്നേഹിച്ച തന്റെ ഭർത്താവ് തന്നെ കൈവിട്ടു. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ലക്ഷ്മിയമ്മ ആത്മഹത്യാ ശ്രമം നടത്തി. ഈ സമയത്ത് പല്ലവി കഥവ് തുറക്കാം എന്നൊക്കെ പിടിച്ച് അലറുന്നുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മിയമ്മ കഥ തുറന്നില്ല. പല്ലവി അപ്പോഴേക്ക് സേതുവിനെ വിളിച്ചു. സേതുവേട്ട ഇങ്ങോട്ടേക്ക് ഓടി കയറി വരാൻ പറയാണ്. അപ്പോഴേക്ക് സേതു, ശ്രീഹരിയും അച്ചുവും പൂർണ്ണിമ എല്ലാരും കൂടെ അങ്ങോട്ട് കയറി ചെന്നേച്ചപ്പത്തേനും പല്ലി പറഞ്ഞു, സേതുവേട്ട അമ്മ കഥ തുറക്കുന്നില്ല, അമ്മ കഥ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക, എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട്, ഇതിനു മുമ്പ് ആത്മഹത്യാ ശ്രമം നടത്തിയതാണല്ലോ. അപ്പോഴേക്കും അവൻ വിളിക്കുകയാണ്, സേതു വിളിക്കുകയാണ്, അമ്മയെ കഥ തുറക്കമ്മേ. സേതു അമ്മ പറയണേ, അമ്മ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം, അമ്മ കഥ തുറക്കാൻ പറയണം. പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മ കഥ തുറന്നില്ല. അപ്പൊ ശ്രീഹരി പറഞ്ഞു, ഇനിയിപ്പം നോക്കണ്ട സേതുവേട്ടാ, കഥ നമുക്ക് ചവിട്ടി തുറക്കാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് കുറെ സമയം ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ വിജാഗരിയൊക്കെ ഇളകിപ്പോന്ന് കഥ തുറന്നു. കഥ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, ലക്ഷ്മി അമ്മ കട്ടിലും ചോട്ടിൽ ഇങ്ങനെ മയങ്ങിക്കിടക്കുന്ന കാഴ്ചയെ കണ്ടേ. അമ്മയെന്ന് വിളിച്ചോണ്ട് സേതു ഓടിച്ചെന്ന് കുലുക്കി വിളിക്കുകയാണ്. പക്ഷെ ഒരു പ്രതികരണം ഉണ്ടായില്ല. പല്ലവിക്ക് മനസ്സിലായി എന്തോ അഭിപ്രായം ഉണ്ടെന്ന്. മുമ്പ് കാണിച്ച പോലെ തന്നെ ആയിരിക്കും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കുക. പെട്ടെന്ന് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇത്തിരി സമയം പോലും വൈകിപ്പിച്ചു കൂടാന്ന് പറയണം. അങ്ങനെ സേതുവും ശ്രീഹരിയും പല്ലവി എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അച്ഛനോടും പൂർണ്ണിമയോടും പറഞ്ഞു വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അവരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സമയത്തെല്ലാം നല്ല ടെൻഷനാണ് സേതു. അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പോലും സേതുവിന് അറിയത്തുണ്ടായിരുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇരുന്നാണ് തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് സന്തോഷത്തോടെ ഇരുന്ന അമ്മയാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആ സമയത്ത് രാജലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ടായിരുന്നു ശോഭയും മൂന്നുമാഷും ഒക്കെ. രാജലക്ഷ്മിക്ക് വേണ്ടി മാത്രമല്ല, പാറു ഗർഭിണിയായതിനു ശേഷം ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നല്ലേ. പാറുവും വിശ്വവും രാജലക്ഷ്മി ഉണ്ടല്ലോ. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് രാജലക്ഷ്മിയും കൂടുന്നുണ്ടായിരുന്നു. സദ്യയൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേനും ശോഭ പറഞ്ഞു, ഇനി നിങ്ങൾ ഇരിക്കെ വിളമ്പാന്ന് പറയണം. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിക്കാം, ഞങ്ങൾ കഴിക്കാൻ പറയണം. അങ്ങനെ രാജലക്ഷ്മി ഇരുന്നു. വിശ്വ വരുന്നു. പാറുവിനോട് പറഞ്ഞു, മോള് വന്നിരിക്കാനൊക്കെ പറയണം. പാറു പറഞ്ഞു, അമ്മ കഴിക്കാൻ പറയണം, അമ്മയ്ക്ക് ഞാൻ വിളമ്പി തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാറു രാജലക്ഷ്മിക്ക് വിളമ്പി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ശോഭയും മൂന്നും ഭാഷ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്കൊക്കെ അത്ഭുതമായിരുന്നു അവർ തമ്മിലുള്ള ആ സ്നേഹമൊക്കെ കണ്ടിട്ട്. അങ്ങനെ രാജലക്ഷ്മി എന്ത് ചെയ്തു, ആദ്യത്തെ ഉരുള ഉരുട്ടിയിട്ട് പാറിനെ അടുത്തേക്ക് വിളിച്ചു. പാറിന് വാരി കൊടുക്കുക എന്നെ മോളക്കെന്നും പറഞ്ഞുകൊണ്ട്. ശോഭ മൂന്നും ഭാഷനോട് പറഞ്ഞു, കണ്ടോ മാഷേ, അവൾ തമ്മിലുള്ള സ്നേഹം കണ്ടോന്ന് പറയണം. മാഷ് പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, അവളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് വിശ്വം പറഞ്ഞു, ഈയിടെ ആയിട്ട് അമ്മയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ശോഭയോട് കാര്യങ്ങൾ പറയാണ്. എന്നെ പോലും അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് പാറുവിനെ മാത്രം മതി, പാറുവിനോട് സ്നേഹം കൂടുതല്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ കണ്ടോന്ന് ചോദിക്കുക. അത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു, അതെ, എന്റെ മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാതെ പിന്നെ ആരാ നോക്കുന്നേ. പിന്നെ എനിക്കിപ്പോ ഈ മാറ്റം ഉണ്ടായതിന് കാരണം എന്റെ മോളാ. എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ അവളെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവളെ ഞാൻ നന്നായിട്ട് നോക്കണ്ടേ, മരുമോളെ പോലെയല്ല, ഞാൻ മോളെ പോലെ അവളെ സ്നേഹിക്കുന്നേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, എനിക്കിപ്പൊ സമാധാനമായി രാജലക്ഷ്മി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പാറുവിന്റെ കാര്യത്തില്. പക്ഷെ അവളെ രാജലക്ഷ്മി സ്നേഹിക്കുന്ന കാണുമ്പോൾ ഞാൻ പോലും അവളെ ഇത്ര സ്നേഹിച്ചിട്ടില്ല, ഞാൻ പോലും അവൾക്ക് ഇത്ര സ്നേഹം കൊടുത്ത് വാരി കൊടുത്തിട്ടില്ല. പക്ഷെ രാജലക്ഷ്മിയുടെ സ്നേഹം കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവൾക്ക് അവിടെ നല്ല സുഖമായിരിക്കുമെന്ന്. പിന്നെ അവളും എത്ര നല്ല സ്നേഹത്തോടു കൂടിയിട്ടാ രാജലക്ഷ്മിയോട് പെരുമാറുന്നേ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിക്ക് സന്തോഷമായി. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് രാജലക്ഷ്മി പോകാനായിട്ട് ഇറങ്ങുകയാണ്. രാജലക്ഷ്മിയും വിശ്വവും പോകുന്നതിന് മുമ്പ് പാറുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 2 ദിവസം പാറുവിനോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. പ്രഗ്നന്റ് ആയതിനു ശേഷം വന്നിട്ടില്ല. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം അതേ ദിവസം ഒന്നും വീട്ടിൽ വന്ന് നിന്നിട്ടുമില്ല. പാറു അവിടെ വന്ന് നിൽക്കുന്നതിനോട് രാജലക്ഷ്മിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് രാജലക്ഷ്മി പാറുവിനെ അവിടെ നിർത്തുന്നത്. മോൾ 2 ദിവസം നിന്നു.
ശോഭയ്ക്കാണല്ലോ ആഗ്രഹം കാണുമല്ലോ തന്റെ മോളെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് 2 ദിവസം നോക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പോകുന്ന സമയത്ത് പാറുനെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേ അറിയാലോ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം, നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശോഭ പറഞ്ഞു അതിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നാലും അത് അങ്ങനെയല്ലോ എന്നും പറഞ്ഞിട്ട് പാറുവിനോട് യാത്ര പറയണം. എന്നിട്ട് രാജലക്ഷ്മി കരയുവാണ്. പാറുവിന് സങ്കടം വന്നു. പിന്നീട് രാജേഷ് പറഞ്ഞു അധിക ദിവസം നിന്നേക്കല്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നോണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിശ്വൻ രാജലക്ഷ്മിയും കൂടെ ഇറങ്ങി. ഈ സമയത്ത് പാറുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ശോഭ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല രാജലക്ഷ്മിയുടെ ഈ മാറ്റം. അത് കേട്ടുകഴിഞ്ഞപ്പം പാറു പറഞ്ഞു അമ്മേ, കുറച്ച് നാളുകളായി മാറ്റം വന്നിട്ട്. ഇപ്പൊ എന്നെ പൊന്നുപോലെ നോക്കുന്നേ, എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, എല്ലാം അമ്മ തന്നെയാ ചെയ്യുന്നേ. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി, അമ്മ എനിക്ക് ഉണ്ടായിക്കൊണ്ട് തരും. ഇവിടെ എന്നെ അമ്മ നോക്കുന്നേക്കാളും 10 മടങ്ങ് സ്നേഹത്തോട് കൂടിയിട്ടാ എന്നെ ഇപ്പൊ അവിടെ നോക്കുന്നേന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു ഇത് സന്തോഷകരമായ നിമിഷം തന്നെയാ. ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം, നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ 2 മക്കൾക്കും നല്ല ജീവിതം കിട്ടിയെന്നൊക്കെ മാഷി ശോഭയും പറയുന്നുണ്ട്. ഈ സമയത്ത് സേതു, ലക്ഷ്മി, ശ്രീഹരിയൊക്കെ ഹോസ്പിറ്റലായിരുന്നു. കൃത്യസമയത്ത് തന്നെ ലക്ഷ്മിയമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവൻ രക്ഷിക്കാനൊക്കെ പറ്റി. അല്ലായിരുന്നെങ്കിൽ ജീവൻ പോലും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ അടിയന്തരമായിട്ട് ശുശ്രൂഷകളൊക്കെ നടത്തി ലക്ഷ്മിയമ്മ അവിടെ കിടത്തിയിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം ശ്രീഹരി സേതുവിനോട് ചോദിച്ചു എന്താ സേതുവേട്ടാ, ലക്ഷ്മിയമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട്? ഇന്നലെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. സേതു പറഞ്ഞു എനിക്കറിയില്ലടാ ശ്രീഹരി, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ഒരുപക്ഷെ ഇതിന്റെ പിന്നിലാ ഇന്ദ്രൻ കാണുമോ? ഇന്ദ്രനോ? അവനെന്ത് ചെയ്യാനായിട്ടാ? അല്ല ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് എന്തേലും ചൂട് കയറ്റിയത് അവനായിരിക്കുമോ? അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞേ അതിന് വഴിയില്ല, അവനും അമ്മയും തമ്മിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനുള്ള വഴിയില്ല എന്ന് പറയണം. പല്ലവി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേട്ടാ, ചിലപ്പോ ഇന്ദ്രനാണ് ആള്, അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. പിന്നീട് ശ്രീഹരിയോട് സേതു അച്ഛൻ പറഞ്ഞു ഇനി വീട്ടിലേക്ക് പൊയ്ക്കളാൻ പറയണം, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ലക്ഷ്മിക്ക് വേറെ പ്രശ്നമില്ല, ഇനിയിപ്പോ ആ മയക്കത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രം മതി. അങ്ങനെ ശ്രീഹരിയെ പറഞ്ഞു വിടുവാണ്. ആ സമയം പൊന്നുമടത്തിലേക്ക് അച്ചുവും അത് പൂർണിമയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നു കഴിഞ്ഞപ്പോഴാണ് ശ്രീഹരിയൊക്കെ കണ്ടില്ലോ. അപ്പോഴേക്ക് ഋതു കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടോണ്ട് ഇന്ദ്രൻ വന്നു. ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? സേതു എന്ന് പറയുന്നൊരു പഠിച്ച കള്ളനാ, അവൻ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും. അവനെ മിക്കവാറും അവന്റെ അമ്മയ്ക്ക് മനസ്സിലായി കാണുന്നൊക്കെ പറഞ്ഞു. പ്രതാപനും അവിടെ ഉണ്ടായിരുന്നു. അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി അങ്ങോട്ട് വന്നു. ശ്രീഹരി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ എന്നിട്ടിച്ചു എങ്ങനെയുണ്ടോ മോനെ, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയണം. അത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സേതു ഉണ്ടല്ലോ അവൻ അകത്ത് കിടന്നേനെന്ന് പറയണം. ശ്രീഹരിക്ക് ദേഷ്യം വന്നു. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, പിന്നെ അനാവശ്യം കൊലക്കുറ്റത്തിന് അകത്ത് കിടന്നേനെന്ന് പറയാ. നിന്റെയൊക്കെ ആ സേതു. ശ്രീഹരി അവന്റെ കോളറിനോട് കയറി പിടിച്ചു. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ സേതുവേട്ടനെ കുറിച്ച്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഇന്ദ്രൻ പറഞ്ഞു പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അവൻ ആരാന്നാ വിചാരം? അവന്റെ സ്വഭാവം നിൽക്കൊന്നും ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. മേലെടുത്ത് വീണു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ട് അവരെ. ഒരിക്കലും വെറുതെ വിടത്തില്ല. ഈ പറയുന്ന നിന്റെ സേതുവിനെയൊക്കെ ഉറപ്പായിട്ടും അയാൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കുറെ ചീത്ത പറയാണ് ശ്രീഹരിയെ. ശ്രീഹരിക്ക് നല്ല ദേഷ്യം വന്നു. ശ്രീഹരി അവനെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ കയറി തടഞ്ഞു. വേണ്ട മോനെ എന്നൊക്കെ പറയണം. പിന്നീട് പൂർണ്ണിമ ഇന്ദ്രനോട് പറഞ്ഞു നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ്, ഋതുവിന്റെ ഭർത്താവായതുകൊണ്ട് മാത്രം, അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അതും പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് കയറിപ്പോയി. കാരണം ബാക്കി എന്ത് സഹിക്കും? സേതുവിനെ കുറ്റം പറയും സേതുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണിമയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഋതു ഇന്ദ്രനോട് പറഞ്ഞു നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയൊക്കെ നാണം കിട്ടി ഇവിടെ കിടക്കുന്നു, ഇതിനേക്കാളും ഭേദം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നാന്ന് പറയണ. ഇങ്ങനൊരു ഭർത്താവ് എനിക്കുള്ളതിനേക്കാളും നല്ല ഇല്ലാത്താന്നും പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് അന്ന് വൈകുന്നേരം അച്ചു എന്ത് ചെയ്യണം, അവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കണ സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അപ്പൊ താഴെ ഇന്ദ്രൻ നിൽക്കുന്ന കണ്ടു. അപ്പൊ മാധവന്റെ വലിയൊരു ഫോട്ടോ ഭിത്തിയിലുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോയിലേക്ക് നോക്കി ഇന്ദ്രൻ പറയാം നിങ്ങളുടെ മോനിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്, അവൻ ഇനി നക്ഷത്രക്കാലം എണ്ണാൻ പോന്നുള്ളൂ. അവനെ ശരിക്കും ഞാൻ ചതിക്കുവേത് കണ്ടു, അധികം വൈകാതെ തന്നെ അവനിട്ടുള്ള പണി കിട്ടും, അവൻ ജയിലിൽ കിടക്കും. ഇതുവരെയായിട്ടും അവന് മനസ്സിലായിട്ടില്ല ഈ ഇന്ദ്രൻ ആരാന്നുള്ള കാര്യം, അവനിട്ട് വെച്ചിരിക്കുന്ന പണി അവൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സത്യങ്ങളും മാധവമേനന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ അങ്ങോട്ട് വിളിച്ചു പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് അച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഇവനായിരുന്നോ എന്നൊരു ചിന്ത അച്ചുവിന്റെ മനസ്സിലുണ്ട്. കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അച്ചു. കാരണം വേഷം മാറി
വേണുവിന്റെ മുന്നിലേക്ക് ചെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പല സത്യങ്ങളും അങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഞെട്ടിപ്പോയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.